സമസ്ത ഉണ്ടാക്കിയതിൻ്റെ ആദർശം തന്നെ, അതിൻ്റെ അടിസ്ഥാനം തന്നെ ഇത്തരം വിധേയ പ്രസ്ഥാനങ്ങളെ ചെറുക്കലാണ്. എനിക്ക് സമസ്തയാണ് വലുത്. ബഹുമാനപ്പെട്ട കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെ, മത സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകന്മാരെ, മറ്റ് ഈ നാട്ടിലെ പൊതുജനങ്ങളായ നല്ല സഹോദരന്മാരെ, ഇന്ന് ചാനലിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിങ്ങളെ ഞാൻ സംബോധനം ചെയ്യുന്നത്. അഥവാ കഴിഞ്ഞ ദിവസം കേരള മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയ ജില്ലാ തലങ്ങളിലുള്ള പരിപാടി, അത് ഇന്നലെ കോഴിക്കോടും ഇന്ന് മലപ്പുറത്തും അങ്ങനെ വിവിധ സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ കേരള സർക്കാരിൻ്റെ മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡിലെ ഒരു മെമ്പർ എന്ന നിലയ്ക്ക് അതിൽ പങ്കെടുക്കാൻ എനിക്ക് ക്ഷണം കിട്ടുകയും ഞാൻ അതിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ആ പരിപാടിയിൽ ഞാൻ നമ്മുടെ ആവശ്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സമുദായത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. മറ്റു മത സംഘടനകളും അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ സംഘടന, വിവിധ സംഘടനകൾ എന്ന് പറഞ്ഞാൽ മുജാഹിദിൻ്റെ പ്രതിനിധികൾ അബ്ദുള്ള മദനി ഉണ്ടായിട്ടുണ്ട്. കാന്തപുരം വിഭാഗത്തിൻ്റെ സി മുഹമ്മദ് പൈസി, ഹക്കീം അസേരി തുടങ്ങിയവരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മറ്റ് ക്രിസ്ത്യൻ മതത്തിൻ്റെയും ഹിന്ദു മതത്തിൻ്റെയും ഒക്കെ പണ്ഡിതന്മാരൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ രാഷ്ട്രീയ പ്രവർത്തകന്മാർ, സാമൂഹിക സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനാ തലത്തിൽ പ്രതിനിധികൾ എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ അവരുടേതായിരിക്കുന്ന ഓരോ മേഖലയിൽ അഭിപ്രായങ്ങൾ പറഞ്ഞു. ആ കൂട്ടത്തിൽ ഞാൻ കാര്യമായി പറഞ്ഞത്, എൻ്റെ മുമ്പ് അബ്ദുള്ള കോയയും അതുപോലെ കാന്തപുരം വിഭാഗത്തിലെ ആളും സംസാരിച്ചപ്പോൾ അവർ ഏറെക്കുറെ കാര്യങ്ങൾ അവർ പറഞ്ഞു. അവർ പറയാത്ത കാര്യങ്ങളും 2 മിനിറ്റ് സമയമാണ് അനുവദിച്ചത് കൊണ്ട് തന്നെ ഞാൻ ഷോർട്ടാക്കി പറഞ്ഞത്, അവർ പറയാത്ത ഒരു കാര്യമെന്ന നിലക്ക് ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന ഭീഷണി ചരിത്ര വക്രീകരണം എന്നതാണ്. അതായത് ഈ രാജ്യം മോചിപ്പിക്കാൻ വേണ്ടി ജീവനർപ്പിച്ച നമ്മുടെ രാഷ്ട്രപിതാവ്, അദ്ദേഹത്തെ നിഷ്ഠൂരമായി കൊന്ന RSSൻ്റെ വക്താക്കൾ, ഈ ചരിത്രം ഇന്ന് വളച്ചൊടിക്കപ്പെടുകയാണ്. ഉന്നത സ്ഥാപനങ്ങൾക്ക്, ഉന്നത രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഗോഡ്സമാരുടെ പേരൊക്കെ നൽകാനും ഗോൾവാൾക്കറുടെ പേര് നൽകാനും ഒക്കെയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വലിയ അപകടം ചെയ്യും. ഞാനത് ഉദാഹരണം മാത്രമാണ് പറയുന്നത്. ഇതുപോലെ ചരിത്രത്തിലെ മാറ്റം, ഗാന്ധിജി വധിക്കപ്പെടേണ്ടവനും മറ്റവർ ഇവിടെ ജയിക്കേണ്ടവരും ജീവിക്കേണ്ടവരുമാണെന്ന ഒരു സന്ദേശമാണ് ആ നിലക്കുള്ള എല്ലാ നിലക്കുള്ള ഇസ്ലാമിൻ്റെയും ന്യൂനപക്ഷങ്ങളുടെയും ഒക്കെ അടിച്ചമർത്തിക്കൊണ്ട് അവരുടേതായിരിക്കുന്ന ഒരു ശൈലി സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി എല്ലാ കള്ളക്കഥകളും മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയം. നമ്മുടെ ഇളം തലമുറ, അവർക്ക് നമുക്കിപ്പോൾ രണ്ടും അറിയാം. ഇളം തലമുറക്ക് അത് മാത്രമേ ഇനി അങ്ങോട്ട് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ പൈതൃകമായ സംഭവങ്ങളും ചരിത്രങ്ങളും ഒക്കെ അവർക്ക് ഒരിക്കലും കാണാൻ കഴിയാത്തൊരവസ്ഥയായിരിക്കും. അതുകൊണ്ട് സർക്കാർ കുട്ടികളെ ചെറുപ്പത്തിലെ പഠിപ്പിക്കപ്പെടുന്ന പാഠപുസ്തകങ്ങളിൽ സത്യമായ ചരിത്രം പഠിപ്പിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു ബാധ്യത ഏറ്റെടുക്കണം. അത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ വരും തലമുറ ഈ രാജ്യം ഇങ്ങനെയാണ് ഗോൾവാർക്കർമാരുടെ രാജ്യമായി മാറുന്ന അവസ്ഥ വരും എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്, ഇപ്പോഴുള്ള സംവരണം അട്ടിമറി, ചരിത്രപരമായി പിന്നോട്ട് പോയ വിഭാഗങ്ങളെ സമുദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഭരണഘടനാ ശില്പികൾ ആസൂത്രണം ചെയ്ത് ചേർത്ത ഒരു പദ്ധതിയാണ് സാമുദായികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിന് സംവരണം, തൊഴിലിലും വിദ്യാഭ്യാസത്തിലൊക്കെ തന്നെയുള്ള സംവരണം. അതങ്ങനെയാണ് അത് ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. അവർക്ക്
പൂർണ്ണമായിട്ട് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. എന്നാലും ഭാഗികമായെങ്കിലും അങ്ങനെ ഒരു സംവരണം നമ്മളെ ഏടുകളിലുണ്ട്, കുറേയൊക്കെ നടപ്പാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സർക്കാർ വളരെ ധൃതി പിടിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഓർഡറിൻ്റെ പിൻബലത്തോടു കൂടെ തന്നെ വളരെ ധൃതി പിടിച്ച് ഇതിനെ അട്ടിമറിക്കുന്ന ഒരു ഓർഡർ പാസ്സാക്കിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് സർക്കാർ ചിന്തിക്കണം. മുന്നോക്ക സമുദായത്തിലെ ദാരിദ്ര്യമുള്ള ആൾക്കാർ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ സഹായിക്കുന്നതിന് ഞങ്ങളോ എൻ്റെ സമുദായമോ ഒന്നുമല്ല, എതിരല്ല. പ്രത്യേകിച്ച് ഇസ്ലാം ധാർമ്മിക ധർമ്മ അതുപോലെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യത്തിൽ വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന മതമാണ് ഇസ്ലാം. അതിനെ എതിർക്കുന്നില്ല, പാവങ്ങൾക്ക് കിട്ടുന്നതിനെ എതിർക്കുന്നില്ല. പക്ഷേ നേരത്തെ ഇവിടെ കിട്ടേണ്ടിയിരുന്ന വിഭാഗത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ തട്ടിയെടുത്ത് ആ വിഭാഗത്തിന് കൊടുക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഈ കാര്യം മുഖ്യമന്ത്രിയെ നേരിട്ട് സമസ്തയുടെ സെക്രട്ടറി അടക്കമുള്ളവർ ചെന്ന് കണ്ട് നിവേദനം മുൻ സമർപ്പിച്ചതുമാണ്. അത് ആലോചിക്കണം സർക്കാർ. ഈ രണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞു മറ്റുള്ളവരൊക്കെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, 2 മിനിറ്റല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ താഴോട്ട് ഇറങ്ങിയപ്പം പിന്നെ ചാനൽക്കാർ വളഞ്ഞു, ഒരുപാട് ചാനൽക്കാരുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ ചാനലുകളിലൊക്കെ പ്രതിപാദിച്ചിരുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രശ്നം നിലവിലുണ്ടായിരുന്നു. അത് ഓർമ്മ വെച്ചിട്ടായിരിക്കും പലരും എന്നോട് ചോദിച്ചു ആ വിഷയം. ആദ്യമായി അവർ ചോദിച്ചു, പിന്നെ മോളിൽ നടക്കുന്ന പരിപാടി, ആ പരിപാടി അതിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ സർക്കാർ തുടർ ഭരണത്തിന് വരണ്ട എന്ന അഭിപ്രായം അതേതാണെന്ന് ചോദിച്ചു. അതായിരിക്കും ഈ പരിപാടി അവിടെ നടത്തുന്നത് തുടർ ഭരണം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇടതുപക്ഷക്കാർ നടത്തുന്നൊരു പരിപാടിയാണ്. അത് അവരുടെ ലക്ഷ്യമാണ്, അവരുടെ പരിപാടിയാണ്. നമ്മൾ ക്ഷണം കിട്ടിയപ്പോൾ അതിൽ എല്ലാവരെ പോലെ പങ്കെടുത്തു, നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു എന്നുള്ളതേ നമ്മളെ ചെയ്ത പങ്കുള്ളൂ. അവരുടെ പരിപാടി അവർ പറയണമല്ലോ. അപ്പോൾ അതിന് നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് ഇടതുപക്ഷം വലതുപക്ഷം എന്നുള്ള പക്ഷങ്ങളൊന്നുമില്ല. നല്ലതാര് ചെയ്താലും അത് ഞങ്ങൾ പിന്തുണക്കും, അതിലൊരു പക്ഷവുമില്ല. ഞങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രീയവുമില്ല, സമസ്തക്കും രാഷ്ട്രീയമില്ല. സമസ്തയുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ ഒരു പ്രത്യേക രാഷ്ട്രീയം സമസ്തയ്ക്കില്ല, ഒരു പ്രത്യേക വിരോധവും ഒരു പാർട്ടിയോടും ഇല്ല. അതാണ് സമസ്തയുടെ പ്രഖ്യാപിത ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആ നിലപാട് തന്നെയാണ് എനിക്കും ഉള്ളത്. പിന്നെ ഇവർ തുടർന്ന് വരണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എനിക്കങ്ങനെ ഒരു ആഗ്രഹമില്ല, അത് ജനങ്ങൾ തീരുമാനിച്ചോട്ടെ. ഇപ്പം ഈ സർക്കാർ 4.5 കൊല്ലം അതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് സത്യമാണോ, അതിൽ കള്ളത്തരമുണ്ടോ എന്നൊക്കെ ശ്രോതാക്കൾ മനസ്സിലാക്കും. അത് വോട്ട് ചെയ്യുന്ന സമയത്ത് അത് പ്രതിഫലിക്കും, നല്ലതോ ചീത്തയായിട്ട്. എന്നല്ലാതെ എനിക്കതിൽ ഒരു പ്രത്യേക അഭിപ്രായമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് അവർ ചോദിച്ചത് ജമാഅത്തെ ഇസ്ലാമിൻ്റെ കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് UDF കൂട്ടുകൂടിയതിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം. ഞാൻ പറഞ്ഞു, അതിനെ സംബന്ധിച്ച അഭിപ്രായം ഞാൻ ചാനലുകൾക്ക് നേരത്തെ കൊടുത്തൊരു പ്രശ്നമുണ്ട്, ഇപ്പോഴും ആ പ്രശ്നം തന്നെയുള്ളത്. അതായത് ജമാഅത്തെ ഇസ്ലാമിയെ സമസ്ത എതിർക്കുന്നു, എക്കാലത്തും എതിർക്കും. ജമാഅത്തെ ഇസ്ലാമി എന്നല്ല, ബിദഈ പ്രസ്ഥാനം, അതായത് ഞങ്ങൾ പാരമ്പര്യമനുസരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സുന്നികൾ, ആ സുന്നി ആദർശത്തിന് വിരുദ്ധമായിക്കൊണ്ട് 921 ശേഷമാണ് ഇവിടെ 920കളാണ് 21 ശേഷമാണെന്നൊക്കെ പറയുന്നുണ്ട്, മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായി. ആ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായി അവരിവിടെ സുന്നികളൊക്കെ ആചരിച്ചു പോയിരുന്ന പലതിനെയും നിശിതമായി വിമർശിച്ചുകൊണ്ടും അതൊക്കെ ബഹുദൈവ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ കാഫിറാക്കുന്ന അല്ലെങ്കിൽ അവിശ്വാസികളാക്കുന്ന പ്രചരണമാണ് അവർ നടത്തിയത് നിരന്തരം. അത് സഹിക്കാൻ കഴിയാതെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നത് 926 ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ പ്രധാന ലക്ഷ്യം തന്നെ ബിദഈ പ്രസ്ഥാനത്തെ പ്രതിരോധിക്കലാണ്, മുജാഹിദിനെ പ്രതിരോധിക്കുക. അന്ന് മുജാഹിദേ ഉള്ളൂ. അപ്പോൾ അതിനെ ശക്തമായി പ്രതിരോധിച്ചെന്ന് മാത്രമല്ല, അതിനെ ഒന്നുമല്ലാതെ ഒരു മൂലയ്ക്ക് ഇരുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്, സമസ്തക്ക് കഴിഞ്ഞിട്ടുണ്ട്.
നമ്മുടെ മുൻകാല നേതാക്കളൊക്കെ അത് സംബന്ധിച്ച് സമസ്തയുടെ ലക്ഷ്യം തന്നെ അതാണ്. അതിന് വേറൊരു തീരുമാനം എടുക്കേണ്ടതില്ല. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ആർക്കും ഏതൊരു സമസ്ത വിശ്വാസിക്കും അതിനെ എപ്പോഴും എതിർക്കാവുന്നതും ആ സമസ്തയുടെ ആദർശാശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടെന്ന് മാത്രമല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ കീഴ്ഘടകമായ SYS, അതുപോലെ വിദ്യാർത്ഥി സംഘടന SKSF തുടങ്ങിയ സംഘടനകളുടെ ഒക്കെ പ്രവർത്തന മേഖലയിൽ ഒന്നാമത്തെ പ്രവർത്തനം അത് തന്നെയാണ്. വിദഈ പ്രസ്ഥാനങ്ങൾക്ക് വളർച്ച ഉണ്ടാക്കാതിരിക്കാനുള്ള പ്രവൃത്തി നടത്തുക എന്നുള്ളതാണ്. അത് ഞാനും പൂർണ്ണമായി ഉൾക്കൊള്ളുന്നവനാണ്. 940 ശേഷമാണ് ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാകുന്നത്, മൗദൂദിയുടെ. ആ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദിൻ്റെ കുറേ വാദങ്ങൾ തന്നെ അവർക്കുള്ളത്. നമ്മളെ വിശ്വാസപരമായിട്ട് കർമ്മപരമായിട്ടൊക്കെ ആ ചാനലിൽ തന്നെ അവരുള്ളത്. അതിൻ്റെ പുറമെ അവർക്കൊരു ഗുരുതരമായ ഒരു ആരോപണം അവർ സമ്മതിച്ചിട്ടുണ്ട്. അവരുടെ ഭരണഘടനയിൽ ഹുക്കൂമത്തയിലായി, അവരുടെ ലക്ഷ്യം, അടിസ്ഥാന ലക്ഷ്യതാണ് ഹുക്കൂമത്തയിലായി, ദൈവികമായ ഭരണം, പടച്ചോൻ്റെ ഭരണം, ഇസ്ലാമിക ഭരണം. അതുകൂടെ ഈ മതേതര ഭാരതത്തിൽ അവർ കൊണ്ടുവന്നപ്പോൾ വിദഈ പ്രസ്ഥാനത്തെ എതിർക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ രാജ്യത്തിൻ്റെ മൗലികമായ നമുക്ക് പൈതൃകമായി നമ്മൾ സൂക്ഷിച്ചു വരുന്ന ആ സ്വഭാവം, ഇവിടുത്തെ ഭരണഘടനയിലെ അധിഷ്ഠിതമായ ജീവിത പദ്ധതി, ഇതിനൊക്കെ കോടാലി വെക്കുന്ന ഒരു സംഗതിയായതുകൊണ്ട് വളരെ അപകടം ചെയ്യും എന്നതുകൊണ്ട് തന്നെ മൗദൂദശത്തെയും ശക്തമായിട്ട് സമസ്ത എതിർത്തു പോന്നു. സമസ്തയുടെ എതിർപ്പ് കൊണ്ട് തന്നെയാണ് നിലം തൊടാതെ ഇന്നും നിലനിൽക്കുന്നത്. 80 കൊല്ലമായി പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് അഡ്രസ്സ് എന്ന് പറയാവുന്ന ഒരു സ്ഥലം എവിടെയും ഇല്ലാത്ത അവസ്ഥയാണ്. അത് സമസ്തയുടെ പ്രതിരോധത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. ആ നിലയ്ക്ക് തന്നെയാണ് തുടർന്നും ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കും. അത് സമസ്തയുടെ ബാധ്യതയാണ്. സമസ്തയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലെ പ്രധാനമുള്ള ഒരു ഭാഗവും അതാണ്. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിനെ ഈ നിലക്കും നമ്മൾ എതിർക്കും. ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്ത് എത്രയോ ചെറുപ്പക്കാർ, വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെ സർക്കാരിൻ്റെ ഉദ്യോഗം സ്വീകരിക്കരുതെന്ന് പറഞ്ഞു. താവൂത്തി ഗവൺമെൻറ് എന്നവരാ, പിശാച്ചിൻ്റെ ഗവൺമെൻറ്. ഇവിടെ UDF ആയാലും LDF ആയാലും അവരൊക്കെ താവൂത്തി ഗവൺമെൻറ്റാണ്. വോട്ട് ചെയ്യാൻ പാടില്ലെന്ന് അവർ പഠിപ്പിച്ചു. ആദ്യകാലത്തൊക്കെ അങ്ങനെ വോട്ട് ചെയ്യാൻ പാടില്ല, ഉദ്യോഗം സ്വീകരിക്കാൻ പാടില്ല. ക്രമേണ ആളുകൾ അതിൽ കിട്ടാതെയായപ്പം പുതിയ ഓരോ അജണ്ടകൾ അവർ കൊണ്ടുവരികയാണ്, ആകർഷണീയമായ. അതിൽ കുറഞ്ഞ ഭാഗമൊക്കെ ഉദ്യോഗം സ്വീകരിക്കാമെന്നൊരു ഇളവ് കൊടുത്തു, തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാമെന്ന് ഇളവ് കൊടുത്തു. ക്രമേണ അവർ പിന്നെ പറഞ്ഞു, അവർ LDFന് പിന്തുണ കൊടുത്ത് കുറേ കാലം ഉണ്ടായിരുന്നു. LDFന് അതിന് ചില കാരണങ്ങളുണ്ട്. അടിയന്തരാവസ്ഥ കാലത്തൊക്കെ അവർ നിരോധിക്കപ്പെട്ടതും അങ്ങനെയുള്ള വിദ്വേഷങ്ങളൊക്കെ ആയിരിക്കും. അവർ വിദ്വേഷത്തിന് മാറ്റാനുള്ളതല്ല ഇതിലുള്ളത്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ മൂല്യം നോക്കിയിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി പ്രഖ്യാപിച്ചു. ഇതൊക്കെ നാട്ടുകാർക്ക് അറിയുന്നതാണ്. ഇപ്പം അവരൊരു പാർട്ടിയാണ് ഉണ്ടാക്കി. പാർട്ടി ഉണ്ടാക്കിയത് ജമാഅത്തെ ഇസ്ലാമിൻ്റെ കീഴ്ഘടകമെന്ന നിലക്ക് പാർട്ടി തന്നെയാണ് ഉണ്ടാക്കിയത്. അതിലൊരു വ്യത്യാസം അഭിപ്രായക്കാർ ആർക്കില്ല, അപ്പോൾ അറിയാവുന്നവർക്കൊക്കെ അറിയാം. അതിൻ്റെ നേതാക്കൾ തന്നെയാണ് ഇത് ഉണ്ടാക്കിയത്. അതിൻ്റെ നേതൃത്വമുള്ളവർ തന്നെയാണ് ഇതിനും നേതൃത്വം കൊടുക്കുന്നത്. ഇതിലൊന്നൊന്നുമില്ല. പക്ഷേ ഇവർക്ക് കള്ളത്തരം പറയുന്നതിനൊരു മടിയില്ല. ഒളി അജണ്ട. എന്താ ഇസ്ലാമിൻ്റെ സുതാര്യല്ലേ? ഇസ്ലാമിൻ്റെ കാര്യം സുതാര്യ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയ്ക്ക് അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇസ്ലാമിൽ കാട്ടിൽ പോയോ അല്ലെങ്കിൽ പാതിരാക്കോ പഠിപ്പിക്കേണ്ട സംഗതി ഉള്ളത്? നോക്കൂ, നിങ്ങൾ നമ്മളെ റോഡിൽ കൂടെ നടന്നു നോക്കും. നമ്മുടെ മദ്രസകളും പള്ളികളും ഒക്കെ റോഡിൻ്റെ വക്കിലാണ്. അവിടെ പഠിപ്പിക്കപ്പെടുന്ന വിഷയം ആർക്കും കേൾക്കാം, റോട്ടിൽ കൂടെ പോകുന്നവർക്കൊക്കെ കേൾക്കാം. ഇങ്ങനത്തെ ഒരു വിഷയമല്ലാതെ ഒളിച്ചു വെക്കേണ്ട ഒരു വിഷയം എന്താ സമസ്തയിലോ അല്ലെങ്കിൽ ഇസ്ലാമിലോ ഉള്ളത് എന്ന് ശംസുലും പണ്ട് ചോദിച്ചിട്ടുണ്ട്. ഈ NDF ഉണ്ടായ കാലത്ത് അവരൊക്കെ രാത്രിയും ഒളി അജണ്ടകളായിട്ടൊക്കെ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് മൂപ്പര് പരിഹസിച്ചുകൊണ്ട് ചോദിച്ചതാണത്. അതുപോലെ തന്നെ എന്തിനാണ് മറച്ചു വെക്കുന്നത്? ഇപ്പം അവർ പറയുന്നുണ്ട് വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നു. എന്ത് പറച്ചിലാണത്? ആർക്കത് അറിയാത്തത് ബന്ധം? ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു രാഷ്ട്രീയ സംഘടന ഇവിടെ ഉണ്ടല്ലോ.
ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും അണിനിരന്ന ഒരു സംഘടനയാണ് മുസ്ലിം ലീഗ്. അതിൽ കൂടിയാൽ പോരെന്നാൽ വേറൊരു സംഘടന ഉണ്ടാക്കിയപ്പം ഇത് നിങ്ങൾക്ക് വേറെ ഒരു ലക്ഷ്യമുണ്ട്, നിങ്ങൾ പഴയ ഹുക്കുമത്തെ ഇലായി അവിടെ ഒളിച്ചു വെച്ചിരിക്കുകയാണ്, അത് നിങ്ങൾ രാഷ്ട്രീയമായി സംഘടിച്ച് വലുതായതിൻ്റെ ശേഷം പുറത്തെടുക്കാനാണ് അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ മറുപടി പറയണം, എന്തിനാണ് മറച്ചു വെക്കുന്നത്? മറ്റുള്ള പാർട്ടിക്കാരൊക്കെ പറയുന്നത് പോലെ തുറന്നു പറഞ്ഞൂടെ? ഇപ്പം നിങ്ങൾക്ക് എവിടെയും പിടുത്തില്ലാതായപ്പം UDFൻ്റെ കൂടെ കൂടണം, ചിലപ്പോൾ LDFൻ്റെ കൂടി നിങ്ങൾ കൂടും, ചില സ്ഥലത്തൊക്കെ കൂടും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എവിടെ കൂടിയാലും വേണ്ടില്ല, നിങ്ങൾ എവിടെയും തൊടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം വഞ്ചനയാണ്, കളവാണ് നിങ്ങളുടെ മൂലധനം. അതുകൊണ്ട് നിങ്ങൾ കൂടിയാൽ സമസ്തയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സുന്നത്ത് ജമാഅത്തിൻ്റെ ആ മേഖല നിങ്ങൾ കലക്കും. ഇപ്പം നിങ്ങൾ വാർഡിൽ മെമ്പറായി, പഞ്ചായത്ത് പ്രസിഡൻ്റായി, ഇങ്ങനെയൊക്കെ വരാലോ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മഹല്ലത്തുകളിലൊക്കെ സ്വാധീനം ഉണ്ടാവും. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഒളി അജണ്ട ജനങ്ങളിൽ ഉള്ളിൽ കൂടെ പ്രചരിപ്പിക്കും. അങ്ങനെ മഹല്ലുകളിൽ നാശം വിതറാൻ നിങ്ങൾക്ക് കഴിയും എന്നതുകൊണ്ട് അതിനെ UDF ഭാഗമാക്കരുത് എന്ന് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു. അത് രാഷ്ട്രീയമല്ല, നമ്മുടെ രാഷ്ട്രീയമല്ല, നമ്മൾ ആദർശമാണ്. ഞാൻ പറഞ്ഞത് സമസ്തം ഉണ്ടാക്കിയതിൻ്റെ ആദർശം തന്നെ, അതിൻ്റെ അടിസ്ഥാനം തന്നെ ഇത്തരം വിധേയ പ്രസ്ഥാനങ്ങളെ ചെറുക്കലാണ്. ജമാഅത്ത് ഇസ്ലാമിന് 2 കാര്യം കൊണ്ട് ചെറുക്കുന്നു. വിധേയമാണ് ഈ രാഷ്ട്രത്തിൻ്റെ ഒത്തൊരുമക്കും ഭദ്രതക്കും കോട്ടം വരുന്ന ഹുക്കുമത്തെ ഇലാഹിയാണ് നിങ്ങളുടെ അജണ്ട എന്നതുകൊണ്ടാണ്. ഇതിവിടെ മതേതര രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. താൽക്കാലികമായിട്ട് ചില്ലറ വോട്ടിനോ സ്ഥാനത്തിനോ വേണ്ടി കളഞ്ഞു കുളിക്കേണ്ട ഒരു വിശുദ്ധമായ ആദർശമല്ല അത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയും പറയുകയും ചെയ്യും, തുടരും പറയും. അത് പറയണം, അതല്ല മനസ്സിലായവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നല്ലാതെ അത് UDFനുള്ള വിരോധം കൊണ്ടോ മറ്റൊന്നുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതും അവസാനത്തതും ശരീഅത്ത് തന്നെയാണ്, ശരീഅത്ത് ഇസ്ലാമാണ്, അത് സമസ്തയുമാണ്. അതിലൊരു ചെരിച്ചിട്ട് കൊണ്ടിട്ട് മറ്റുള്ളതിനൊരു ഇത് കൊടുക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് ഒരിക്കലും എനിക്ക് മനസ്സ് വരാറില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം എന്നെ ചിലരൊക്കെ തെറ്റിദ്ധരിക്കുകയും ഞാനൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണെന്നൊക്കെ ചിലരൊക്കെ പ്രചരിപ്പിക്കാറും പറയാറുമുണ്ട്. ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ്, നിങ്ങളാരും ബോധിപ്പിക്കാനല്ല, എൻ്റെ ഇടതും വലുതും ഒക്കെ എനിക്കറിയാം. അതെൻ്റെ മനസ്സിലും ഞാനും പഠിച്ചനുമായിട്ടുള്ളതാണ്. ചെയ്യാൻ പറ്റുന്നതേ ചെയ്യാൻ പാടുള്ളൂ, ചെയ്യാൻ പറ്റാതെ ചെയ്യാൻ പാടില്ല എന്ന് ബോധമുള്ളവനുമാണ്. അത് സംബന്ധിച്ച് ജനങ്ങളോട് ഉപദേശിക്കാറുണ്ട് കിട്ടുന്ന വേദികളിലൊക്കെ. അവനവൻ്റെ മനസ്സ് നന്നാവണം, അക്കീദ നന്നാവണം, അതിനനുസരിച്ച് പ്രവർത്തിക്കാവും. അല്ലാത്തതിന് മുനാഫിക്ക് നിഫാക്ക് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഉള്ളിലൊന്ന് വേറെയും പുറത്തൊന്ന് വേറെയും. അപ്പം ഈ കഴിഞ്ഞ മുകളിൽ നടക്കുന്ന മുഖ്യമന്ത്രിയുടെ പരിപാടിയെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇടതും വലുതും ഞങ്ങൾക്കൊരു ഒരു 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 പ്രശ്നമല്ല. ഇടതോ വലുതോ ആരെയിക്കോട്ടെ, നന്നായി ഭരിക്കണം, നല്ല കാര്യങ്ങൾ നടപ്പാക്കണം, അവരെ നമ്മൾ സ്വാഗതം ചെയ്യും. ഇടതുപക്ഷം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തത്